3 ദിവസങ്ങളിലായി ഗോവയിൽ നടന്ന ഇന്ത്യൻ മിനി ഫുട്ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-14 കേരള ടീം വിജയികളായി. ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, അസം സംസ്ഥാനങ്ങളെ പരാജയപ്പെടുത്തിയാണ് കേരള ടീം ചാമ്പ്യന്മാരായത്. संजय इसने खाना पूरा आसाम का रहा तो മുൻ ഇന്ത്യൻ മിനി ഫുട്ബോൾ താരമായ ആദിത്യൻ പ്രിൻസിന്റെ ക്യാപ്റ്റൻസിയിൽ 13 പേരടങ്ങുന്ന കേരള അണ്ടർ-14 ടീമാണ് വിജയികളായത്. ഹനീഷ്, സഞ്ജയ്, ഷിയാസ്, ആരോമൽ, സിനാൻ, കൃഷ്ണേശ്വർ, അതുൽ, ജുബിൻ, ഇസ്മയിൽ, അഷ്ഫാഖ്, അജ്വൽ, നിതിൻ തുടങ്ങിയവർ അടങ്ങുന്ന ടീമാണ് കേരളത്തിനായി ഗോവയിൽ കപ്പുയർത്തിയത്. ഏപ്രിൽ 24, 25, 26 തീയതികളിലായിരുന്നു ഗോവയിൽ ഇന്ത്യൻ മിനി ഫുട്ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടന്നത്. വിജയികളായ കേരള ടീമിൽ നിന്നും 3 കുട്ടികളെ നേപ്പാളിൽ വെച്ച് നടക്കുന്ന സൗത്ത് ഏഷ്യൻ മിനി ഫുട്ബോൾ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിലേക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഏപ്രിൽ 23-ന് മിനി ഫുട്ബോൾ സംസ്ഥാന സെക്രട്ടറി ശിവഷൺമുഖൻ, ടീം മാനേജർ പ്രിൻസ് വെങ്ങന്നൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അണ്ടർ-17, അണ്ടർ-14 വിഭാഗങ്ങളിലെ 24-അംഗ ടീം കേരളത്തിൽ നിന്നും ഗോവയിലേക്ക് പുറപ്പെട്ടത്. അണ്ടർ-14 വിഭാഗത്തിൽ വാശിയേറിയ ലീഗിലെ ആദ്യ മത്സരത്തിൽ ജാർഖണ്ഡിനെതിരെ എതിരില്ലാത്ത 7 ഗോൾ നൽകിയാണ് വിജയിച്ചത്. തുടർന്ന് ലീഗിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഏകപക്ഷീയമായ 2 ഗോളിന് വിജയിക്കുകയും സെമിഫൈനലിൽ കരുത്തരായ അസമുമായി 2-1 വിജയിക്കുകയും ഫൈനലിലെത്തുകയും ചെയ്തു. ഫൈനലിൽ മധ്യപ്രദേശുമായി പെനാൽറ്റിയിൽ വിജയിക്കുകയും ചെയ്തു. കേരളത്തിനായി ജേഴ്സി അണിഞ്ഞ താരങ്ങളിലേറെയും കണ്ണമ്പ്ര വിസാർഡ് ഫുട്ബോൾ അക്കാദമിയിൽ പരിശീലനത്തിലുള്ളവരാണ് എന്നുള്ളതിൽ അഭിമാനിക്കുന്നുവെന്ന് വിസാർഡ് ഫുട്ബോൾ അക്കാദമി ഫൗണ്ടർ നിഷാദ് വാണിയമ്പാറ അറിയിച്ചു. കുട്ടികളുടെ കളി കണ്ടുകൊണ്ട് അവിടെയുള്ള മറ്റു സംസ്ഥാനത്തെ കോച്ചുമാരും അവിടെയുള്ള ഒഫീഷ്യലായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ കുട്ടികളെ അഭിനന്ദിക്കുവാനും കേരളത്തിൻ്റെ ഫാൻസായി മാറുകയും ചെയ്തു എന്നാണ് അവിടെ പോയ ആളുകളിൽ നിന്നും മനസ്സിലായത്. അത്രയും നല്ല കളി കാഴ്ചവെച്ചിട്ടാണ് നമ്മുടെ മക്കൾ എത്തിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ വളരെ ഫിസിക്കലായി കളിക്കുന്ന സംസ്ഥാനങ്ങളാണ്. കുറേ ഇടിയും ചവിട്ടും ഒക്കെ നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവർ സഹിച്ചുകൊണ്ട് കപ്പ് നേടി അത്ര ശക്തമായ ടീമായിരുന്നു മധ്യഭാരത്. അതായത് മധ്യഭാരത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് മധ്യഭാരത് സംസ്ഥാനം എന്ന്. മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം വിഭജിക്കുവാൻ വേണ്ടി 2 സംസ്ഥാനമായി വിഭജിക്കുവാൻ വേണ്ടി തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് മധ്യപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനവും മധ്യഭാരത് എന്ന് പറയുന്ന വേറെ സംസ്ഥാനവുമായിട്ടാണ് അവിടെ പങ്കെടുത്തത്. നമ്മുടെ കേരളത്തിനെ തോൽപ്പിച്ച് നമ്മളെ റണ്ണേഴ്സ് ആക്കാൻ അവർ തീരുമാനിക്കുകയും എന്നാൽ പ്രിൻസേട്ടൻ 8 ഗോൾ നമ്മൾ അടിച്ച് വിജയിച്ച ടീം എങ്ങനെ നമ്മളുകൂടെ ഫൈനലിൽ കളിച്ച് വിജയിക്കും എന്ന് ചോദിച്ച് അവിടെ പരാതി കൊടുക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി രാത്രി നമ്മൾ റണ്ണേഴ്സായി രാത്രി 9:30-ക്ക് നമ്മളുടെ പ്രഷർ കാരണം അവിടുത്തെ ഫെഡറേഷന് രണ്ടാമത് മീറ്റിംഗ് വിളിക്കേണ്ട വരികയും 9:30-ക്ക് അവർ മീറ്റിംഗ് വിളിക്കുകയും കേരളം തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്, അതിന് അർഹമായിരിക്കുന്നത് കേരളം തന്നെയാണ് എന്ന് പറയുകയും കേരളത്തിന് വിജയികളായി പ്രഖ്യാപിക്കുകയും ചെയ്ത് കേരളം വിജയിച്ച് സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ മക്കളോട് വന്നിരിക്കുന്നത്. കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി കൈപിടിച്ചുയർത്തുവാൻ വിസാർഡ് ഫുട്ബോൾ അക്കാദമി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നാട്ടിലെ കഴിവുള്ള കുട്ടികളെ കണ്ടെത്താനും അവരുടെ കഴിവിനെ പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാനും ഗ്രൗണ്ട് പണിതീർത്ത് അതിൽ കുട്ടികൾക്ക് പരിശീലനം നൽകാൻ അക്കാദമിക്ക് അവസരം നൽകിയ കണ്ണമ്പ്ര പഞ്ചായത്തിനും ഭരണസമിതിക്കും നന്ദി അറിയിക്കുന്നുവെന്നും നിഷാദ് കൂട്ടിച്ചേർത്തു. UTV ന്യൂസ്, പാലക്കാട്.